ദൈവത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ മനസ്സലിവുള്ള ദൈവം എന്നാണ് പറയുന്നത്. യേശു മനസ്സലിഞ്ഞ ചരിത്രം പുതിയ നിയമ പുസ്തകങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. അങ്ങനെ യേശുവിൻ്റെ മനസ്സലിവ് ജീവിതത്തിൽ പകർത്തിയ ആളാണ് തോമസ് മാമൻ പുത്തൻപുരയ്ക്കൽ. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ക്നാനായ സമുദായത്തിന് പാവപ്പെട്ട ആളുകൾക്ക് സൗജന്യമായി വീട് പണിയാൻ കോടിക്കണക്കിന് വില വരുന്ന തൻ്റെ ഒരേക്കർ സ്ഥലം റാന്നിയിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥലത്ത് അദ്ദേഹം ദാനം നൽകുകയുണ്ടായി. അതുതന്നെ മനസ്സലിവിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. പ്രിയ മാമച്ചാനെ ഗസ്റ്റ് റൂമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. താങ്ക് യു വെരി മച്ച്. ഇങ്ങനെ ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കാനുണ്ടായ പ്രചോദനം എന്താണ് മാമച്ചായ? പാവം പിടിച്ച ആൾക്കാരെ ഒരു വലിയ കെട്ടിടമുണ്ടാക്കി അവിടെ താമസിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പ്രൊജക്റ്റ് തിരുമേനി സജസ്റ്റ് ചെയ്തു. അതിൻ്റെ ആ കെട്ടിടത്തിൻ്റെ പ്ലാനും എല്ലാം വരച്ചു കഴിഞ്ഞതിന് ശേഷം അത് നടക്കട്ടെ എന്നുള്ള ചിന്തയിലാണ് ഞാൻ ആ വസ്തു എഴുതി കൊടുത്തത്. ഒരേക്കർ വസ്തുവുണ്ട്. അതിപ്പം പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കാൻ ഇപ്പം രണ്ട് വീട് കംപ്ലീറ്റ് ആയി പണിത് കഴിഞ്ഞു. പക്ഷെ ഈ പ്രോജക്റ്റ് അല്ലായിരുന്നു നേരത്തെ ഞാൻ ഉദ്ദേശിച്ചത്. അതായത് വലിയൊരു കെട്ടിടം ഉണ്ടാക്കിയിട്ട് പ്രായമുള്ളവരെ അവിടെ താമസിപ്പിക്കുകയും അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു പദ്ധതിയിലേക്കാണ് ദൈവം അതിനെ തിരിച്ചുവിട്ടത്. ഈ മാമച്ചായൻ്റെ ജീവിതത്തിൽ വളരെ വ്യത്യസ്തമായ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഈ റാന്നി വലിയ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു വിദ്യാഭ്യാസ സഹായ പദ്ധതി ഉണ്ട്. വലിയ പള്ളിയുടെയും അതിൻ്റെ കുരിശുപള്ളികളിലും ഒക്കെ ഉൾപ്പെട്ട പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിലും പക്ഷേ ആ പ്രൊജക്റ്റിനെ കുറിച്ച് ഒന്ന് വിവരിക്കാവൂ? സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ട് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള സമർത്ഥരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായ നിധി കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. അത് ഒരു പ്രോജക്റ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇപ്പം ധാരാളം ആൾക്കാർക്ക് കുട്ടികൾക്ക് അവർക്ക് കാശ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരത് പഠിച്ച് ജോലി കിട്ടിയതിന് ശേഷം അത് തിരിച്ചടയ്ക്കണം എന്നുള്ളതാണ് ഈ പ്രോജക്റ്റ്. അതുകൊണ്ട് അത് യാതൊരു കാരണവശാലും അത് മുങ്ങിപ്പോകത്തില്ല. അത് സംഭവം നല്ലതായിട്ട് നടക്കും. ഓരോ വർഷവും കഴിഞ്ഞ വർഷമാണ് 15 ലക്ഷം രൂപ കുട്ടികൾക്ക് വേണ്ടി കൊടുത്തു. അതുപോലെ സന്തോഷമാണ്. ആ പ്രൊജക്റ്റിൻ്റെ പേരെന്താണ്? സെൻറ് തോമസ് വെല്ലുപള്ളി എഡ്യൂക്കേഷൻ ഫണ്ട്. അതിൻ്റെ തുടർമാനം മാമച്ചാൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ PJT പ്രവർത്തനങ്ങളിൽ ഞാൻ ഓർക്കുന്നുണ്ട്. PJT വലിയ മഹാസമ്മേളനങ്ങളൊക്കെ നടത്തുമ്പോൾ അതിൻ്റെയൊക്കെ ചുക്കാൻ പിടിച്ചിരുന്ന അതിൻ്റെ തലപ്പത്തിരുന്ന ഒരു വ്യക്തിയാണ് മാമച്ചാൻ. PJT പ്രവർത്തനങ്ങളിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളായിരുന്നു മാമച്ചാൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരുന്നത്? ചാരിറ്റി പ്രോജക്റ്റ് ഒക്കെ ഉണ്ട്. പിന്നെ നാടകം, അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാർക്ക് വീട് വെക്കാനായിട്ടുള്ള സഹായം കൊടുക്കുന്നുണ്ടായിരുന്നു. വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള സഹായം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു പ്രൊജക്റ്റാണ് PJT ഹാളും ഇതും. അത് ഇപ്പോഴും പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ഉള്ള ചാരിറ്റബിൾ പ്രൊജക്ട്സ് ഒന്നും നടക്കുന്നില്ല. എന്നിരുന്നാൽ തന്നെ കുഴപ്പമൊന്നുമില്ല, ഒരു സന്തോഷമാണ്. റാന്നിയുടെ ഒരു ജനങ്ങളുടെ ഇടയിൽ വളരെ ശ്രദ്ധേയമായൊരു പ്രവർത്തനമാണല്ലോ PJT പ്രവർത്തനങ്ങൾ. അത് വളരെ മനോഹരമായി കൊണ്ടുപോകാൻ കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. മാമച്ചാൻ ഈ വെള്ളപ്പൊക്ക കാലഘട്ടങ്ങളിൽ, അതുപോലെ തന്നെ ഈ റാന്നി വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന ആ കാലഘട്ടങ്ങളിലൊക്കെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നല്ലോ. അതേക്കുറിച്ച് ഒന്ന് വിവരിക്കാമോ? വെള്ളപ്പൊക്കവുമായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ സഹായിക്കുന്നതിനുള്ളൊരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. അതിൽ സഹായം വേണ്ടുന്ന ആൾക്കാർക്ക് സഹായം ചെയ്യാനായിട്ട് സാധിക്കും. കൊറോണ കാലത്താണ് മാമച്ചായൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനശ്രദ്ധയിലേക്ക് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് നമ്മുടെ പ്രിയങ്കരനായ മോനാച്ചായൻ, നമ്മുടെ മോനാച്ചായൻ്റെ തന്നെ നമ്മുടെ അനി സുരേഷിൻ്റെ ഹസ്ബൻഡ് മെമ്പർ മോനാച്ചായനും ഞാനും എല്ലാം കൂടെ ചേർന്ന് നടത്തുന്ന പ്രൊജക്റ്റിൽ വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകി നാടിൻ്റെ നാനാഭാഗങ്ങളിൽ
ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് മാമച്ചാനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഈ മാസ്ക് കൊടുക്കുക, സാനിറ്ററി കൊടുക്കുക, അത്തരം പ്രവർത്തനങ്ങളിൽ ഉണ്ടായ സന്തോഷം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോഴും അതിൻ്റെ ആ ഫോട്ടോ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. വലിയ വാഴക്കൊലയൊക്കെ പിടിച്ചിങ്ങനെ കൊടുക്കുന്ന ആ അനുഭവങ്ങളിൽ ഉണ്ടായ ഒരു സന്തോഷം ഒന്ന് പങ്കിടാവും. അതായത് നമുക്ക് ലഭിക്കുന്നതിൻ്റെ ദശാംശമെങ്കിലും കുറഞ്ഞത് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കണം. അർഹിക്കുന്ന ആൾക്കാരെ സഹായിക്കുക എന്നുള്ളത് എൻ്റെ മാനസികമായിട്ടുള്ളൊരു അഭിപ്രായമാണ്. അതുകൊണ്ടാണ് ഇതുപോലുള്ള ചാരിറ്റി പ്രൊജക്റ്റ് ചെയ്യുന്നത്. മാമച്ചാൻ്റെ പാട്ട് ഇവിടെ ഈ വെള്ളത്തിൻ്റെ ദൗർലഭ്യം നാട്ടിൽ നേരിട്ട സമയത്താണ് മാമച്ചാൻ്റെ പാട്ട് ഇത്രയും പ്രസിദ്ധമായത്. അതായത് ഏറ്റവും വളരെ രസകരമായി മാമച്ചാൻ പൊതുവെ ഒരു ഗായകനാണ്. അപ്പം ഈ കുടിവെള്ളം കിട്ടാതെ ഈ റാന്നിയിലെ വിവിധ പഞ്ചായത്തുകൾ പ്രയാസപ്പെടുമ്പോൾ പഞ്ചായത്തിന് പോലും കുടിവെള്ളം അതാത് സ്ഥലങ്ങളിൽ എത്താൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ വന്ന് കമൻറ്റുകളൊക്കെ ഇപ്പോഴും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും അത് ലൈവായിട്ട് കിടപ്പുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റുമാരും MLA മാരടക്കം ഉള്ള ആളുകൾ വന്ന് പറഞ്ഞത്. ആ സമയത്താണ് മനോഹരമായ പാട്ടുമൊക്കെ പാടി മാമച്ചാൻ്റെ നേതൃത്വത്തിൽ 5-6 വണ്ടി കുടിവെള്ളവുമായിട്ട് എത്തുമ്പോൾ കൂട്ടത്തോടെ ആളുകൾ ഇങ്ങനെ നിന്ന് ഇങ്ങനെ വെള്ളത്തിന് വേണ്ടി ഇതൊക്കെ എന്തോ പാത്രമൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാമച്ചാനൊരു പാട്ടുണ്ട്, നട്ടുച്ച നേരത്ത് കിണറിൻ്റെ തീരത്ത് ആ അനുഭവത്തിനായി ഞാൻ കാത്തിരുന്നു. അപ്പം ഈ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം മാമച്ചാനെന്ന് പാടാമോ? മാമച്ചാനെ ഹൃദയത്തെ ഏറ്റവും കൂടുതൽ, മാമച്ചാൻ നല്ല ഗായകനാണ്, മാമച്ചാൻ ഏറ്റവും കൂടുതൽ ഹൃദയസ്പർശിയായ ഒരു ഗാനം ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടാമോ? ഞാനും യേശുദാസും ഒരേ പ്രായക്കാരാണ്. യേശുദാസ് പാടിയൊരു പാട്ട് എനിക്ക് ഇഷ്ടമാണ്. ഇടയ കന്യകേ പോക നീ ഈ അനന്തമാം ജീവിത വീതിയിൽ ഇടരാതെ കാലിടരാതെ. 1 2 3. ഇടയ കന്യകേ പോക നീ ഈ അനന്തമാം ജീവിത വീതി ഇടരാതെ കാലിടരാതെ. ഇടയ കന്യകേ പോക നീ കണ്ണുകളാലെ അന്വേഷിപ്പു ദൂരെ കണ്ടെത്തും നീ മനുഷ്യപുത്രനെ ഇന്നല്ലെങ്കിൽ നാളെ. കണ്ടെത്തും നീ മനുഷ്യപുത്രനെ ഇന്നല്ലെങ്കിൽ നാളെ. ഇടയ കന്യകേ പോവുക നീ ഈ അനന്തമ ജീവിത വീതിയിൽ ഇടരാതെ കാലിടരാതെ. ഇടയ കന്യകേ പോവുക നീ. ഈ മാമച്ചാൻ്റെ ഒരു പ്രത്യേക ക്വാളിറ്റി ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ആരുടെ കുറ്റം പറയത്തില്ല മാമച്ചാന്. തന്നെ കുറ്റം കേൾക്കത്തില്ല. അധികം കുറ്റം കേൾക്കാൻ ആരുടെയും കുറ്റം പറഞ്ഞൊന്ന് കുറ്റം കേൾക്കാൻ നിൽക്കത്തില്ല, കുറ്റം പറയത്തില്ല. അതിൻ്റെ രഹസ്യം എന്താണ്? ഒരാളുടെ കുറ്റം നമ്മൾ കേൾക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ആ ആളിനെ പറ്റി ഉള്ളൊരു നല്ല അഭിപ്രായമില്ല. അതുകൊണ്ട് കുറ്റം കേൾക്കാതിരിക്കുന്നതാണ് ഏറ്റവും സന്തോഷം. കുറ്റം പറയാത്തതിൻ്റെ രഹസ്യം എന്താ? കുറ്റം പറയാത്തതിൻ്റെ എല്ലാവരും കുറ്റം പറയുന്നവരല്ലോ, പക്ഷെ മാമച്ചാൻ വ്യത്യസ്തനാണല്ലോ. കുറ്റം പറയുന്നത് അല്ല, ഒരാളൊരു പ്രവൃത്തി ചെയ്തു, അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല. അത് ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. ആ തെറ്റായിരിക്കുന്ന അതിനെ നമ്മൾ തന്നെ പറയാതെ അവർ തന്നെ തെറ്റാണെന്ന് മനസ്സിലാക്കി വ്യത്യാസപ്പെടുത്തണം എന്നുള്ളത്. പണ്ട് PG വർഗീസ് എഴുതി, ഇവിടെ സന്നിഹിതരല്ലാത്ത ആരുടെയും കുറ്റം പറയരുതെന്ന് പറഞ്ഞൊരു ബോർഡ് ഓർമ്മയുണ്ടോ? അത് കണ്ടോനും വൈറലായിരുന്നു, എല്ലാ വീടുകളിലും പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ മാമച്ചാന് അതിനൊക്കെ മുമ്പേ തന്നെ ഈ ഒരു ശൈലി പിന്തുടരുന്നത് ആശ്വാസകരമായ ഒരു അനുഭവമാണ്. മാമച്ചാൻ വൃദ്ധമന്ദിരങ്ങളോട് പ്രത്യേക താല്പര്യം കാണിക്കുകയും വൃദ്ധമന്ദിരങ്ങൾ സന്ദർശിക്കുകയും അവിടെ പാട്ടും പാടി മനോഹരമായ അവർക്ക് ആവേശം പകരുന്ന ഒരു അനുഭവം, അവിടെയൊക്കെ വേണ്ട ഹെൽപ്പൊക്കെ ചെയ്യുന്ന ഒരു രീതിയുണ്ടല്ലോ, അതേക്കുറിച്ച് അതിൻ്റെ പ്രചോദനം എന്താണെന്ന് പറയാം. നല്ല രീതിയിൽ ജീവിച്ചിട്ടുള്ള ആൾക്കാർ പണത്തിൻ്റെ അഭാവം കൊണ്ടല്ല, അവരെ നോക്കാനായിട്ട് വേറെ ആൾക്കാരില്ല എങ്കിൽ അവർ എവിടെയെങ്കിലും സന്തോഷകരമായിട്ട് ജീവിക്കുന്നത് ഒരു വൃദ്ധമന്ദിരത്തിലാണ്.
ആ വൃദ്ധസദനത്തിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അവരൊരു വീട്ടിലെ അംഗങ്ങളെ പോലെ പരസ്പരം സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്ത് അവർക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് വൃദ്ധമന്ദിരത്തിനോട് എനിക്ക് താല്പര്യമുള്ളത്. മാമച്ചാൻ അവിടെ പാട്ട് പാടുമ്പോഴത്തേക്ക് ഈ വൃദ്ധമന്ദിരങ്ങളിലുള്ള അവിടുത്തെ അംഗങ്ങളൊക്കെ വലിയ ആവേശത്തോടാണ് മാമച്ചാൻ്റെ പാട്ട് സ്വീകരിക്കുകയും അവരെല്ലാം മാമച്ചാനെ എതിരേൽക്കുകയും ചെയ്യുന്നതെന്ന് എനിക്ക് നേരിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ മാമച്ചാൻ ഒരുപാട് ഈ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ടല്ലോ. മന്ത്രിമാരിൽ നിന്ന്, എം പിമാരിൽ നിന്ന്, MLA-മാരിൽ നിന്ന്, പ്രത്യേകിച്ച് ക്രാനായ സമുദായം തന്നെ മാമച്ചാനെ ആദരിക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്ത സംഘടനകൾ മാമച്ചാനെ ആദരിച്ചിട്ടുണ്ട്. അതേക്കുറിച്ചൊക്കെ എന്താണ് മാമച്ചാന് തോന്നിയത്? അതായത് നമ്മൾ ചെയ്യുന്നതിനെ ഒരാൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അത് നമുക്ക് സന്തോഷം ഉണ്ടാക്കും, അതേ ഉള്ളൂ. അല്ലാതെ നമുക്ക് തിരിച്ചൊന്നും കിട്ടണമെന്നില്ല, ആഗ്രഹമില്ല. ദൈവം തമ്പുരാൻ തന്നതാണ്. ആ ദൈവം തമ്പുരാൻ നമുക്ക് തന്ന അതിൻ്റെ ഒരു ഭാഗം നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുക എന്നുള്ളത് എൻ്റെ ഒരു കടമയാണ്. മാമച്ചാൻ ഈ വാർദ്ധക്യത്തെ എങ്ങനെ യൗവനമാക്കുന്നു? അത് വലിയ രഹസ്യമാണല്ലോ, അതൊരു അപൂർവ രഹസ്യം. എനിക്കിപ്പോൾ 86 വയസ്സായതേ ഉള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു 86 ഒരു 50 താഴെയായിട്ടോ തോന്നുന്നത്. അതിന് ഞാൻ എല്ലാ ദിവസവും ജോലി ചെയ്യുന്നുണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ട്, നടക്കാൻ പോകുന്നുണ്ട്. അതൊക്കെയാണ് എൻ്റെ ഒരു. അല്ല, പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ ശാരീരിക അഭ്യാസം അല്പ പ്രയോജനമെന്ന്. അപ്പം രാവിലെ നടക്കാൻ പോകും? രാവിലെ നടക്കാം. എത്ര സമയം നടക്കും? ഞാൻ ഒരു 35 മിനിറ്റ്സ്, അരമണിക്കൂറിൽ കൂടുതൽ നടക്കും. പിന്നെ എങ്ങനെയാ മാമച്ചാന് നല്ലതായിട്ട് എൻജോയ് ചെയ്യുന്ന ആള്, ജീവിതം വളരെ എൻജോയ് ചെയ്യുന്ന ആള്? അതിൻ്റെ രഹസ്യം എന്താണ്? ജീവിതം എൻജോയ് ചെയ്യുന്ന തെറ്റുകൾ നമുക്ക് തിരുത്തണം. തിരുത്തിയിട്ട് വീണ്ടും തെറ്റുകൾ ചെയ്യില്ലേ, നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക. അത് നമുക്ക് സന്തോഷമുള്ളതാണ്. ഈ മാമച്ചാൻ എനിക്ക് ഏറ്റവും കൂടുതൽ റാന്നിയിൽ ടൂർ വിദേശ രാജ്യങ്ങളിലും ഇസ്രയേലിലും ജെറുസലേമിലും എന്ന് വേണ്ട ഇവിടെ എല്ലാം ഇപ്പം ഏതായാലും ജെറുസലേമിൽ പോകാത്ത ഭാഗ്യം, കാരണം അവിടെ എല്ലാം ബോംബ് വീണുകൊണ്ടിരിക്കുക. പക്ഷേ ഒരുപാട് ടൂർ മാമച്ചാനും ആൻറ്റിയും കുടുംബമായിട്ട് ഒത്തിരി ടൂർ നടത്തിയിട്ടുണ്ട്. ഏതൊക്കെ രാജ്യങ്ങളിലാണ് മാമച്ചാൻ ഈ ടൂർ പോയിട്ടുള്ളത്? ഞാൻ ഒത്തിരി രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ഹോളി ലാൻഡിൽ പോയിട്ടുണ്ട്. പിന്നെ പോകാത്ത ഒരേ ഒരു നാടെന്ന് പറയുന്നത് ജർമ്മനി. അവിടെ ജർമ്മനിയിൽ എനിക്കൊന്ന് പോകണമെന്നുണ്ട്. ബാക്കിയുള്ള ഒത്തിരി സ്ഥലത്ത് പോയിട്ടുണ്ട്. അമേരിക്ക, പിന്നെ അമേരിക്ക, ലണ്ടൻ, പാരീസ്, ഗൾഫ് രാജ്യങ്ങൾ, അവിടെ എല്ലാം പോയിട്ടുണ്ട്. ഈ ഇസ്രായേലിൽ പോയിട്ടുണ്ടോ? ഇസ്രായേലിൽ പോയിട്ടുണ്ട്. എത്ര പ്രാവശ്യം പോയിട്ടുണ്ട്? ഇസ്രായേൽ കുടുംബമായിട്ട് പോയത് ഒരു പ്രാവശ്യം മാത്രം. അപ്പോൾ അത് ഇസ്രായേലിൽ എന്താ പ്രത്യേകത തോന്നിയിട്ടുള്ളത്? അതായത് നമുക്കത് നമ്മുടെ യേശുവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും അവിടെ ചെയ്യാനായിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതെന്താണ് ഏറ്റവും കൂടുതൽ സ്പർശിച്ച? യേശുവിൻ്റെ ജീവിതവും യേശുവിൻ്റെ ജനനവും യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയും യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണവും യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളും യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും ഒക്കെ നടന്ന സ്ഥലമാണല്ലോ ജെറുസലേം. ലോകശ്രദ്ധ ആകർഷിക്കുന്ന, ഇന്നും ലോകം മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ജെറുസലേം. അപ്പോൾ ആ ജെറുസലേമിൽ കാലുകുത്തിയപ്പോൾ എന്തൊക്കെയാണ് അനുഭവങ്ങൾ തോന്നിയത്? യേശു തമ്പുരാൻ ജനിച്ച നടന്ന ആ രാജ്യത്ത് എനിക്കും ഒരു സ്റ്റെപ്പ് വെക്കാനായിട്ട് അല്ലെങ്കിൽ അവിടെ കയറാനായിട്ട് സാധിച്ചത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം യേശു തമ്പുരാൻ കുരിശിൽ മരിച്ച ആ സ്ഥലത്തൊക്കെ നമ്മളൊന്ന് പോയി ദൈവം തമ്പുരാനെ, യേശുവിനെ സ്തുതിക്കുക എന്നുള്ളത് വലിയൊരു സന്തോഷമായിട്ടാണ്. അവിടെ ഈ ബൈബിളിൽ ഏതൊക്കെ കഥകളുള്ള, ഏതൊക്കെ ഹൃദയസ്പർശിയായ അനുഭവങ്ങളാണ് മാമച്ചാന് തോന്നിയിട്ടുള്ളത്? ബൈബിളിലെ അങ്ങനെ പ്രത്യേക യേശുവിന്റെ കല്ലറ കണ്ടോ? കണ്ടു. ആരെയും വെക്കാത്ത പുതിയ കല്ലറയില്ലേ? ജനിച്ച ബേദലഹേം കണ്ടു. പിന്നെ വ്യത്യസ്തമായി തോന്നിയ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? അവിടെ കുറച്ചുകൂടെ നല്ലതായിട്ട് ആൾക്കാർ ജീവിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ അവർക്ക് സന്തോഷമായിട്ട് ജീവിക്കാമായിരുന്നല്ലോ എന്നുള്ള ഒരു ഫീലിംഗ് മാത്രമാണ് എനിക്കുണ്ട്. അടുത്ത കുർബാനയിലൊക്കെ സംബന്ധിച്ചോ? ഇവിടുത്തെ പള്ളി സംബന്ധിച്ച് എന്തോ ഫീൽ ചെയ്തു? ഇവിടുത്തെ കുർബാന തമ്മിൽ എന്തോ ഫീലിംഗ് ഉണ്ടായി? വലിയ വ്യത്യാസമൊന്നുമില്ല, എല്ലാം ഒരുപോലൊക്കെ തോന്നിയത്. സുറിയാനിയിലാണ്. അപ്പം എനിക്ക് സുറിയാനി അറബി അറിയാവുന്നതുകൊണ്ട് അത് എനിക്കിഷ്ടമാണ്. ഈ മാമച്ചാൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം, മാമച്ചാൻ ഒരു കൊച്ചു ഡോക്ടറാണെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ജീവിതത്തിൻ്റെ തുടക്കം എന്തായിരുന്നു? ഗൾഫിലേക്കൊക്കെ പോയ ഒരു തുടക്കമുണ്ടല്ലോ,
അവിടെ നിന്നാണല്ലോ പടിപടിയായുള്ള ഉയർച്ച. അത് ആ രഹസ്യം എന്ന് പറയാമോ? ആ രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങൾ നേഴ്സിംഗ് പഠിക്കുക എന്നുള്ളത് അന്ന് എൻ്റെ സമയത്ത് ആർക്കും അറിയത്തില്ലായിരുന്നു. ഞാൻ അത് പഠിക്കാനായിട്ട് മിറാജ് മെഡിക്കൽ കോളേജിൽ പോയി അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എവിടെ വേണമെങ്കിലും ജോലി കിട്ടാനുള്ള ഓഫറെല്ലാം ഉണ്ടായിരുന്നു. അത് അമേരിക്ക, ലണ്ടൻ, യൂറോപ്പ് എവിടെ വേണമെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷേ അത് ഞാൻ തിരിച്ചു വന്ന് എൻ്റെ പേരൻസിനെ നോക്കാനുള്ള ഒരു ഇതുകൊണ്ടാണ് ഞാൻ ഗൾഫിൽ പോയത്. ഗൾഫിൽ പോയത് കൊണ്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വർഷവും വരാം. അത്യാവശ്യമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് വരാം. അതുകൊണ്ടാണ് ഞാൻ ഗൾഫിൽ ജോലി ചെയ്യാൻ പോയത്. ഞാൻ ഗൾഫിൽ ചെല്ലുന്നതും 1967 ഞാൻ ദുബായി ചെല്ലുന്നത്. അത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് അന്ന് കപ്പലിലാണ് ഞാൻ പോയത്. പ്ലെയിനിലല്ല. അന്ന് പ്ലെയിൻ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഒരു പ്ലെയിനേ ഉള്ളൂ. പക്ഷേ ഈ കപ്പലിലാണ് പോയത്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യാത്രയായിരുന്നു കപ്പലിൽ. എനിക്കൊരു റൂം ഉണ്ടായിരുന്നു, ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. 4ാമത്തെ ദിവസമാണ് ദുബായ് തീരത്തിയിരുന്നത്. പക്ഷേ വെള്ളത്തിൻ്റെ ഇതുകൊണ്ട് അന്ന് ഇറങ്ങാൻ സാധിച്ചില്ല. 5ാമത്തെ ദിവസമാണ് ഞാൻ ലാൻഡ് ചെയ്യുന്നത്. ലാൻഡ് ചെയ്ത സമയത്ത് തന്നെ ദുബായ് ഹോസ്പിറ്റലിൽ നിന്ന് ആൾക്കാർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആൾക്കാർ എന്നെ സ്വീകരിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവരെന്നെ കൊണ്ടുപോയി അക്കോമഡേഷനും എല്ലാം തന്നു. അന്ന് ദുബായ് എന്ന് പറയുന്നത് ചെറിയ ഒരു അത് ആൾക്കാരൊന്നുമില്ല. മലയാളികളൊക്കെ കുറവാണ്, വളരെ കുറവാണ്. പറയുന്ന പോലൊന്നുമില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമാണ്. അതുകൊണ്ട് ഇച്ചിരി പണം ഉണ്ടാക്കാനെത്തും. പണം ഉണ്ടാക്കാനെത്തും. അത് തന്നെയല്ല, ഞാനിപ്പം അവിടെ എനിക്ക് നല്ല ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആൾക്കാർ അത് താല്പര്യത്തോടുകൂടി ഇരുന്നു. ലാബ് എല്ലാവരെയും പാകിസ്ഥാനി ആൾക്കാരുടെയാണ്. വത്സ ആദ്യത്തെ ഇന്ത്യൻ ലാബ് വൈഫാണ് ആദ്യത്തെ ഇന്ത്യൻ ലാബ് ടെക്നീഷ്യൻ. കാരണം ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ജോലി കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കാതിരിക്കാനൊക്കെ. അന്ന് യൂറോപ്യൻസാണ്, ലണ്ടൻകാരായിരുന്നു അവിടെ പരിചയം. അതുകൊണ്ട് എനിക്ക് സന്തോഷം. കുടുംബത്തെക്കുറിച്ചൊന്നും അറിയാൻ താല്പര്യമുണ്ട്. എൻ്റെ കുടുംബം, എൻ്റെ ഫാദർ മരിച്ചിട്ട് എനിക്ക് ഓർമ്മ പോലുമില്ല. ചെറുപ്പത്തിൽ തന്നെ മരിച്ചതാണ്. എൻ്റെ അമ്മ, എൻ്റെ അമ്മാച്ചനും എല്ലാവരും കൂടാണ് ഞങ്ങളിവിടെ പഠിച്ചത്. എനിക്ക് നമുക്ക് SSLC ഒക്കെ പഠിക്കുന്ന സമയത്ത് വെല്ലുവിളിയിൽ നിന്ന് ഗ്രാൻഡ് കിട്ടുമായിരുന്നു. 24 രൂപ ഒരു വർഷം. അതായത് 48 രൂപ ആയിരുന്നു ഒരു വർഷത്തെ ഫീസ്. പകുതി ക്യാഷ് എനിക്ക്. അതെനിക്ക് വലിയ സന്തോഷമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എഡ്യൂക്കേഷൻ ഫണ്ട്, അതാണ് നമ്മുടെ മറ്റുള്ളവരെ സഹായിക്കാൻ ഒരു പ്രേരണ ഉണ്ടായത്. ഇപ്പോൾ എഡ്യൂക്കേഷൻ ഫണ്ട് വളരെ നന്നായിട്ട് തന്നെ പോകുന്നു. അച്ഛൻ്റെ ജീവിത പങ്കാളിയും മക്കളെ കുറിച്ചൊന്നും അറിയാൻ താല്പര്യമുണ്ടോ? എൻ്റെ ജീവിത പങ്കാളി ഞാൻ പറയുന്ന പോലെയൊക്കെ എന്നെ സ്നേഹിച്ച് പരസ്പരം ധാരണയോടുകൂടി ജീവിക്കുന്നത്. പേരെങ്ങനെ ആൻറ്റിയുടെ? ആൻറ്റിയുടെ ഞാൻ വിളിക്കുന്നത് വത്സ. വേൽക്കുട്ടി എന്നാണ് ഒഫീഷ്യൽ പേര്. എനിക്ക് 3 മക്കളുണ്ട്. 2 പെൺമക്കളും ഒരു ആണും. മൂത്ത 2 പെൺമക്കളാണ്. അവരെവിടാണ്? അവരും മൂത്ത മോള് അമേരിക്കയിലാണ്, 2ാമത്തെ മോള് ബാംഗ്ലൂരിലാണ്. അവൾ രാവയ്യ മെഡിക്കൽ കോളേജിൽ ഫാർമസിയുടെ പ്രൊഫസറാണ്. അത് എനിക്ക് സന്തോഷമാണ്. മകൻ തിരിച്ചു വരാം എന്ന് പറഞ്ഞാണ് പോയിരിക്കുന്നത്. അമേരിക്കയിൽ. കുടുംബം, മക്കളും കൊച്ചുമക്കളും ഒക്കെ സന്തോഷമായി പോകുന്നു. സന്തോഷമായിട്ട് പോകുന്നു. ഈ ലോകം മുഴുവൻ ആളുകൾ അങ്ങയുടെ ഈ ജീവിത അനുഭവങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്, വളരെ ആവേശപൂർവ്വം. അവരോട് എന്താണ് പ്രിയപ്പെട്ട അച്ചായന് പറയാനുള്ളത്? നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുക, മറ്റുള്ളവരെ സഹായിക്കുന്നതിനുള്ള മാനസികമായിട്ടുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാവുക. അതാണ് ഏറ്റവും നല്ലത്. വളരെ തിരക്കുകളുടെ നടുവിൽ ഞങ്ങളോട് കൂടെ സഹകരിച്ചതിന് പ്രത്യേകം നന്ദി. ദൈവം ദീർഘായുസ് കൊണ്ടും ആരോഗ്യം കൊണ്ടും സൗഖ്യം കൊണ്ടും സമാധാനം കൊണ്ടും
പ്രിയ തോമസ് മാമൻ പുത്തമ്പുരയ്ക്കലിനെ ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനൊരു അവസരം തന്ന താങ്കളോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇങ്ങനെ ദൈവം അനുഗ്രഹിച്ചാണ് എനിക്ക് ഇവിടെ നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചതെന്ന് എനിക്കറിയാം. ഏതായാലും താങ്ക് യു വെരി മച്ച്. പ്രിയപ്പെട്ടവരെ, എത്ര അനുഗ്രഹീതമായ ജീവിതാനുഭവമാണ്. എനിക്ക് കൃത്യമായി അറിയാം മാമച്ചാനെയും കുടുംബത്തെയും, പ്രിയ ആൻറ്റിയും മക്കളും എല്ലാം നാടിന് മാതൃകയാണ്, ദേവാലയത്തിന് മാതൃകയാണ്, ജ്ഞാനായ സമുദായത്തിന് മാതൃകയാണ്, ഈ റാന്നിക്ക് മാതൃകയാണ്. വേദനിക്കുന്നവരുടെയും സങ്കടപ്പെടുന്നവരുടെയും ദുഃഖിക്കുന്നവരുടെയും അടുത്ത് ഒരു നല്ല ശബരിയാക്കാരനെ പോലെ എത്തിച്ചേർന്ന് അനേകർക്ക് ആശ്വാസവും താങ്ങും തണലുമായി വാർദ്ധക്യത്തെ യൗവനമാക്കി എപ്പോഴും നിറപുഞ്ചിരിയോടെ ആളുകളോട് ഇടപെടുന്ന തോമസ് മാമൻ പുത്തൻപുരയ്ക്കലിൻ്റെ കുടുംബം, വ്യക്തിപരമായ ജീവിതം നമുക്കും പകർത്താം. നമ്മുടെ ഈ കൊച്ചു ജീവിതം വേഗം തീരും, നാം പറന്നു പോകും. യേശുവിനോടൊന്നിച്ച്, യേശുവിനോട് ചേർന്ന് അവിടുത്തെ കാൽവറി ക്രൂശിൻ്റെ മുമ്പിൽ നമ്മുടെ മുട്ടുകൾ മടക്കി നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അവിടുത്തെ കൈകളിലും കാലുകളിലും ആണികൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് വിലാപ്പുറം കുന്തം കൊണ്ട് കുത്തി രക്തം ലോകത്തിൻ്റെ പാപത്തിൻ്റെ മോചനത്തിനായി ഒഴുകി അവിടുത്തെ പുറം ഒഴിവുചാല് പോലെ കീറി, വിടവുകാർ ഒഴിവുചാല് കീറുന്നത് പോലെ യേശുവിൻ്റെ പുറം അടിച്ചു കീറി അവിടുത്തെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവിടുന്ന് മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് വീണ്ടും വരും എന്ന് അരുളി ചെയ്തു. അവിടുത്തെ വരവിൻ്റെ ലക്ഷണമാണ് ലോകത്തിലെ ഓരോ സംഭവങ്ങളും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരുങ്ങാം. അനേകർക്ക് ഒരു പ്രകാശമായി, വെളിച്ചമായി, ആശ്വാസമായി, മനസ്സലിവുള്ള ഹൃദയത്തിൻ്റെ ഉടമകളായി നമുക്ക് മാറാം. അതിന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ വാഴുമാറാകട്ടെ. അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം. അതുവരേക്കും ദൈവത്തിൻ്റെ കരുണ നിങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ.